നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മോഴയിൽ ജ്വല്ലറി, മോഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, മെയിൻ റോഡ്, സുൽത്താൻ ബത്തേരി. 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി മോഴയിൽ ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കൂടുതൽ സെലക്ഷൻ കുറഞ്ഞ പണിക്കൂലിയിൽ. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വെറും 4% മാത്രം. വിശ്വസ്തത ഓരോ പൊൻതരിയിലും. മൂഴയിൽ ജ്വല്ലറി, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത അട്ടിമറിച്ചതിൽ പ്രതിഷേധം. വ്യാഴാഴ്ച വയനാട് ഹർത്താൽ ആഹ്വാനം ചെയ്തത് UDF-ഉം ദേശീയ ജനാധിപത്യ സഖ്യവും. വയനാട് റെയിൽവേ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമെന്ന് PK കൃഷ്ണദാസ്. UDF NDA ഹർത്താൽ രാഷ്ട്രീയ മുതലെടുപ്പെന്ന് CPIM. വയനാട് മെഡിക്കൽ കോളേജ് കരാർ ഉദ്യോഗസ്ഥ ലോബിയുടെ കരിങ്കൽ മണ്ണ് വിൽപ്പന അന്വേഷിക്കാൻ മന്ത്രി KK ശൈലജയ്ക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വയനാട് ന്യൂസ് റിപ്പോർട്ട് പിണറായിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് MI ഷാനവാസ് MP. വയനാട് ന്യൂസ് ബിഗ് ഇംപാക്ട്. ബത്തേരി താലൂക്കിൽ യാത്രക്കാരെ വലച്ച് സ്വകാര്യ ബസ് സമരം. KSRTC അധിക സർവീസ് പേരിന് മാത്രം. വാനാക്രൈ വൈറസ് കമ്പ്യൂട്ടർ ഡാറ്റ തകർക്കും, മൊബൈൽ ഫോണിനും ഭീഷണി. ജാഗ്രത വേണമെന്ന് പോലീസ് സൈബർ ഡോം. ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണം മാനന്തവാടിയിൽ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വയനാടിന് 85.35%. 10 പേർക്ക് 1200-ൽ 1200. വാർത്തകളിലേക്ക് വിശദമായി. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത അട്ടിമറി. വ്യാഴാഴ്ച വയനാട്ടിൽ UDF NDA ഹർത്താൽ. വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ റെയിൽപാത സർവേക്ക് അനുവദിച്ച പണം പോലും നൽകാതെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് NDA വയനാട് ജില്ലാ കമ്മിറ്റി ഹർത്താൽ ആഹ്വാനം ചെയ്തത്. കൽപ്പറ്റയിൽ ചേർന്ന UDF ജില്ലാ കമ്മിറ്റിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ മെയ് 18-ന് ഹർത്താൽ പ്രഖ്യാപിച്ചത്. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ പാതയുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനാണ് താൽപര്യമില്ലാത്തതെന്ന് DMRC ഉപദേഷ്ടാവ് ഡോക്ടർ E ശ്രീധരൻ തുറന്നു പറഞ്ഞിരുന്നു. പാതയുടെ സർവേക്ക് ആദ്യഘട്ടമായി 2 കോടി അനുവദിച്ചിരുന്നു. അനുവദിച്ച തുക പോലും തരില്ലെന്ന് സംസ്ഥാന ഗതാഗത സെക്രട്ടറി നിലപാടെടുത്തതായും ശ്രീധരൻ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രിയും കർണാടക ചീഫ് സെക്രട്ടറിയും പാതയ്ക്ക് അനുകൂലമായ നിലപാടാണ് അറിയിച്ചത്. വിശദമായ പദ്ധതി രേഖയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചിട്ടും പാതയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് വൈമനസ്യം കാണിക്കുന്നത് വയനാടിന്റെ മുഴുവൻ രോഷം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. പിന്നാക്കാവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള വ്യാവസായിക ഇടനാഴിയായി മാറാവുന്ന റെയിൽപാതയ്ക്കെതിരെ മൈസൂർ തലശ്ശേരി പാതയ്ക്ക് വേണ്ടി കണ്ണൂർ ലോബിയാണ് അട്ടിമറി നടത്തുന്നത് എന്ന ആരോപണം ഇതിനകം സജീവമായിട്ടുണ്ട്. UDF ജില്ലാ കമ്മിറ്റിയും NDA ജില്ലാ നേതൃത്വവും വെവ്വേറെ യോഗം ചേർന്നാണ് ഗവൺമെന്റിന്റെ വഞ്ചനാപരമായ നിലപാടിനെതിരെ വ്യാഴാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ചത്. കാലത്ത് 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിലും ജനങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവരുന്നതിന് വേണ്ടി 18-ാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഹർത്താൽ നടത്തുന്നതിന് വേണ്ടി വയനാട് ജില്ലാ UDF ആഹ്വാനം ചെയ്യുകയാണ്. ഹർത്താൽ സമാധാനപരമായിരിക്കും. പ്രശ്നങ്ങളില്ലാതെ പരമാവധി നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ സാധാരണ ഇവിടെ ചെയ്യും പോലെ പാല്, പത്രം, ആശുപത്രി, കല്യാണം മുതലായ ഏർപ്പാടുകളിൽ നിന്ന് ഒഴിവാക്കും. അങ്ങനെ തികച്ചും സമാധാനപരമായി വയനാട്ടുകാരൻ്റെ പ്രശ്നം, പ്രതിഷേധം വളരെ സമാധാനപരമായി ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഹർത്താൽ. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. നഞ്ചൻകോട് റെയിൽവേ അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമമാണ് നടന്നതെന്ന് BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്. DMRCക്ക് പ്രാരംഭദശയിൽ നൽകേണ്ട പണം പോലും നൽകാതെ തുടക്കത്തിലെ പദ്ധതി അട്ടിമറിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നും കൃഷ്ണദാസ് പറഞ്ഞു. വയനാട് റെയിൽവേ അട്ടിമറിയിൽ പ്രതിഷേധിച്ച് NDA നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റിന്റെ വികസന വിരുദ്ധത റെയിൽവേ പദ്ധതി എന്ന വയനാട്ടുകാരുടെ സ്വപ്നത്തെയാണ് തകർത്തെറിഞ്ഞതെന്ന് PK കൃഷ്ണദാസ് പറഞ്ഞു. പദ്ധതിക്ക് കർണാടകം എതിരാണെന്നത് പറഞ്ഞത് പച്ചക്കള്ളമാണ്. വനപ്രദേശത്തിലൂടെ ഭൂമിക്കടിയിലൂടെ 35 കിലോമീറ്റർ റെയിൽവേ ലൈനിന്റെ പ്ലാൻ DMRC നിർദ്ദേശിച്ചതോടെ കർണാടകത്തിന്റെ എതിർപ്പ് നിരച്ചതാണ്.
പദ്ധതിയോടനുബന്ധിച്ച് 7ഓളം കത്തുകൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൈമാറിയിരുന്നു. പ്രൊജക്ടിൽ 51% കേരള കർണാടക സർക്കാരും 41% റെയിൽവേ വകുപ്പും എന്നതായിരുന്നു ധാരണയെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. മാർച്ചിൽ BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ അധ്യക്ഷത വഹിച്ചു. PC മോഹൻ മാസ്റ്റർ, പള്ളിയർ രാമൻ, K സദാനന്ദൻ, കൂട്ടാറ ദാമോദരൻ, അയൂബ് പാലച്ചാൽ, PC തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന് ഏതാണ്ട് 7ഓളം കത്തുകൾ അയച്ചിട്ടുണ്ട്. ഈ പാതയെ സംബന്ധിച്ചായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണ 51% ചെലവ് കർണാടക കേരള സർക്കാരുകൾ നൽകണം, 49% ചെലവ് കേന്ദ്ര ഗവൺമെന്റ് അഥവാ റെയിൽവേ വകുപ്പ് നൽകാൻ തയ്യാറാണ് എന്നാണ്. പക്ഷേ 49% ചെലവ് കേന്ദ്ര സർക്കാർ റെയിൽവേ നൽകാൻ തയ്യാറാണ് എന്ന് കേരള സർക്കാരിനെ ആവർത്തിച്ചറിയിച്ചിട്ടും ഇക്കാര്യത്തിൽ പ്രവർത്തന പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സത്യം. വയനാട് ന്യൂസ്, കൽപ്പറ്റ. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പദ്ധതി സർവേക്ക് സംസ്ഥാന ഗവൺമെന്റ് ആദ്യഘട്ടമായി അനുവദിച്ച 2 കോടി രൂപ ഉടൻ കൈമാറണമെന്ന് എക്യുമെനിക്കൽ ഫോറം ബത്തേരിയിൽ ആവശ്യപ്പെട്ടു. കർണാടക, കേരള ഗവൺമെന്റുകളും കേന്ദ്ര സർക്കാരും താൽപര്യത്തോടെ അനുവദിച്ച റെയിൽവേ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ തുക വകയിരുത്തിയതാണെന്നും ഫോറം ചൂണ്ടിക്കാട്ടി. വയനാടൻ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഇതര സംസ്ഥാന വിപണികളിൽ വിറ്റഴിക്കാനും ന്യായവില ഉറപ്പാക്കാനും നിലമ്പൂർ നഞ്ചൻകോട് പാത അനുഗ്രഹമാകും. ബാംഗ്ലൂർ എറണാകുളം റൂട്ടിൽ യാത്ര എത്രയോ കിലോമീറ്റർ കുറഞ്ഞു കിട്ടാനും പാത സഹായമാകും. രാജ്യത്തെ വലിയ പട്ടണങ്ങളെയും തുറമുഖങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാതയെന്നും കാലാകാലമായി അവഗണിക്കപ്പെടുന്ന വയനാടിന് ഈ റെയിൽപാത വികസനത്തിൽ അത്യാവശ്യമാണെന്നും എക്യുമെനിക്കൽ ഫോറം ഭാരവാഹികളായ വർഗീസ് കാട്ടാമ്പള്ളി, ബില്ലി ഗ്രഹാം എന്നിവർ പറഞ്ഞു. വയനാട് റെയിൽവേ പാതയ്ക്ക് അനുവദിച്ച 2 കോടി രൂപ DMRC കൈമാറി പാത യാഥാർത്ഥ്യമാക്കണമെന്ന് വയനാട് എക്യുമെനിക്കൽ ഫോറം വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് എക്യുമെനിക്കൽ ഫോറത്തിന്റെ തീരുമാനം. ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം അവർ വളരെ താല്പര്യപ്പെട്ടിരിക്കുന്ന ഈ പാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് വളരെ ശക്തമായി എക്യുമെനിക്കൽ ഫോറം ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. AP ഷാജി, വയനാട് ന്യൂസ്, ബത്തേരി. വയനാട് റെയിൽപാതയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഹർത്താലിന് ആഹ്വാനം ചെയ്ത UDF-NDA നടപടി രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് CPIM ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. വയനാട്ടുകാർ ഏറെ വർഷമായി കാത്തിരിക്കുന്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണിതെന്നും ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. റെയിൽപാതയുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർത്തിവിടുന്നത് സദുദ്ദേശപരമല്ലെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന്റെ കരിങ്കല്ലും മണ്ണും മറച്ചുവിറ്റ കരാർ ഉദ്യോഗസ്ഥ ലോബിയുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയ്ക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കരിങ്കല്ലും മണ്ണും നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് സ്ഥലത്ത് നിന്ന് ലോഡ് കണക്കിന് കടത്തിക്കൊണ്ടുപോകുന്നത് സംബന്ധിച്ച വയനാട് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. MI ഷാനവാസ് MP ആണ് അനൂപ് വർഗീസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വയനാട് ന്യൂസ്, ബിഗ് ഇമ്പാക്ട്. ബത്തേരി താലൂക്കിൽ സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചു. തിരക്ക് കുറയ്ക്കാൻ ബത്തേരി, കൽപ്പറ്റ ഡിപ്പോകളിൽ നിന്ന് KSRTC കൂടുതൽ സർവീസുകൾ നടത്തി. ടാക്സി ജീപ്പുകൾ വിവിധയിടങ്ങളിൽ സമാന്തര സർവീസുമായി യാത്രക്കാരുടെ സഹായത്തിനെത്തി. KSRTC ജില്ലയിലെ 2 ഡിപ്പോകളിൽ നിന്നുമായി 14 അധിക സർവീസുകൾ നടത്തി. മാനന്തവാടി ഡിപ്പോ കൂടുതൽ ബസ്സുകൾ അയച്ചില്ല. ബത്തേരി പഴയ സ്റ്റാൻഡിൽ ഞായറാഴ്ച മന്തംകൊല്ലിൽ നിന്നെത്തിയ ഒരു സംഘം ആളുകൾ കണ്ണൂർ ബത്തേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും ബസ്സുടമയെയും മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പകൽ പണിമുടക്ക്. കാലത്ത് 6 മുതൽ 6 വരെയായിരുന്നു പണിമുടക്ക്. ഇന്നലെ വൈകിട്ട് വരെ അക്രമകാരികൾക്കെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പണിമുടക്കാൻ നിർബന്ധിതരായതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. വയനാട് ന്യൂസ്, ബത്തേരി. ബത്തേരി സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരെയും ബസ് ഉടമയെയും മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ബത്തേരിയിൽ ബസ് ജീവനക്കാർ പ്രകടനം നടത്തി. ഞായറാഴ്ച വൈകിട്ട് 7:50-നാണ് ബത്തേരി പഴയ ബസ് സ്റ്റാൻഡിൽ ആക്രമണ സംഭവമുണ്ടായത്. മന്തംകൊല്ലിയിൽ ബൈക്കിന് തട്ടിയ ബസ് നിർത്താതെ പോയെന്നാരോപിച്ചായിരുന്നു 15-അംഗ സംഘം ബസ് തൊഴിലാളികളെ ആക്രമിച്ചത്. പ്രതിഷേധ പ്രകടനത്തിന് KG റജി, PC സജി, TK ഹരിദാസ്, ബിജു തോമസ് എന്നിവർ നേതൃത്വം നൽകി. വാനാക്രൈ റാൻസംവെയർ വൈറസ് കമ്പ്യൂട്ടർ ഡാറ്റയിൽ തിരിമറി നടത്തും. വൈറസ് ആക്രമണം മൊബൈൽ ഫോണുകളെ ബാധിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. കേരള പോലീസിന്റെ സാങ്കേതിക ഗവേഷണ വിഭാഗം സൈബർ ഡോമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.
റാൻസംവെയർ ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് നിരീക്ഷണത്തിനായി സൈബർ ഡോം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വാനാക്രൈ ആക്രമണത്തിൽ കമ്പ്യൂട്ടർ പൂർണ്ണമായി ബന്ധിയാവുകയാണ് ചെയ്യുക. ഉപയോഗിക്കുന്നയാൾക്ക് ഒരു ഡാറ്റയും ലഭിക്കില്ല. ഇതിലും വലിയ അപകടം ഉണ്ടാകുമെന്നാണ് സൈബർ ഡോം മുന്നറിയിപ്പ്. ബാങ്കുകളിൽ പ്രതിദിന ഇടപാടുകളും അക്കൗണ്ട് വിവരങ്ങളും ചോരാനിടയുണ്ട്. വിൻഡോസിന്റെ വ്യാജ പതിപ്പ് ഉപയോഗിക്കുന്നവർ എത്രയും വേഗം ഒറിജിനൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സൈബർ ഡോം നിർദ്ദേശിച്ചു. പരിചയമില്ലാത്ത വിലാസങ്ങളിൽ നിന്ന് വരുന്ന ഇമെയിലുകൾ തുറക്കുകയോ അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത്. ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ തുടർച്ചയായി ബാക്കപ്പ് ചെയ്യേണ്ടി വരും. വിവരങ്ങൾ ക്ലൗഡിലോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ സൂക്ഷിക്കുന്നത് ഉചിതമാകുമെന്ന് സൈബർ ഡോം നിർദ്ദേശിച്ചു. വേഡ്, എക്സൽ, പവർ പോയിന്റ് ഫയലുകൾ എൻക്രിപ്റ്റഡ് ആകാൻ സാധ്യത കൂടുതലാണ്. വിൻഡോസ് ഉപയോഗിക്കുന്നവർ വൈറസ് ആക്രമണം തടയാൻ മൈക്രോസോഫ്റ്റിന്റെ പാച്ച് ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആന്റി റാൻസം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും സൈബർ ഡോം നിർദ്ദേശിക്കുന്നു. വയനാട് തരിയോടടക്കം സംസ്ഥാനത്തെ 7 ഗ്രാമപഞ്ചായത്തുകളാണ് ഇതുവരെ സൈബർ ആക്രമണത്തിൽ കുടുങ്ങിയത്. $300 മുതൽ $600 വരെ ബിറ്റ്കോയിൻ നൽകണമെന്നും കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തെന്നുമുള്ള സന്ദേശമാണ് വൈറസ് നൽകുന്നത്. റാൻസം ബാധിച്ചാൽ ആവശ്യപ്പെടുന്ന പണം നൽകരുതെന്നും പോലീസിനെ വിവരം അറിയിക്കണമെന്നും ഔദ്യോഗികമായി അറിയിച്ചു. ഇന്നലെ പ്രചരിച്ച വാനാക്രൈ 2.0 പുറമെ വൈറസിന്റെ 2 പുതിയ പതിപ്പുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വാർത്തകളിലേക്ക്. ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ജില്ലാ ആശുപത്രി പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി നിർവഹിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തമുണ്ടാവണമെന്ന് ടി ഉഷാകുമാരി അഭ്യർത്ഥിച്ചു. മുൻപ് തന്നെ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടി നടത്തി വരുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല. അതിൽ ആരോഗ്യവകുപ്പ് എടുക്കുന്ന ഒരു എഫർട്ട് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. നമ്മൾ എന്ത് പ്രവർത്തനം ഇപ്പം ജില്ലാ പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചാലും അത് നടപ്പിലാക്കേണ്ടത് ഗ്രാമതലത്തിലായതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പൽ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമാകണം. മാനന്തവാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രതിഭ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ ദേവകി, നഗരസഭാ കൌൺസിലർമാരായ കടവത്ത് മുഹമ്മദ്, ശോഭാരാജൻ, ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ സന്തോഷ്, അർബൻ RCH ഓഫീസർ ഡോക്ടർ KS അജയൻ, ഡോക്ടർ സുരേഷ്, UK കൃഷ്ണൻ, KP സാദിഖ് അലി, ബേബി നാപ്പള്ളി, ഹംസ ഇസ്മാലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രിക്ക് ആവശ്യമായ കൊതുകുവലകൾ എ ദേവകി കൈമാറി. ചടങ്ങിനോടനുബന്ധിച്ച് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി പരിസരം ശുചീകരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. കോട്ടൂർ ശുദ്ധജല പദ്ധതിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ച. മലവയൽ, മാങ്കൊമ്പ്, അമ്പുകുത്തി, ആനപ്പാറ പ്രദേശവാസികൾ കിലോമീറ്ററുകൾ താണ്ടി കുടിവെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥ. ഇനിയും ഒരാഴ്ച പിന്നിടുമെന്ന ഉദാസീന മറുപടിയുമായി വാട്ടർ അതോറിറ്റി. അമ്പലവയൽ പഞ്ചായത്തിലെ കോട്ടൂരിൽ നിന്നായിരുന്നു അമ്പലവയൽ പഞ്ചായത്തിലേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ കോട്ടൂർ ശുദ്ധജല പദ്ധതിയിൽ പലപ്പോഴും വെള്ളമില്ലാത്തതും മറ്റ് ചെറുകാരണങ്ങളാൽ പോലും കുടിവെള്ളം മുടങ്ങുന്നതും നിത്യസംഭവമായിരുന്നു. ഇതേ തുടർന്നാണ് കോട്ടൂർ ശുദ്ധജല പദ്ധതി കാരാപ്പുഴ ശുദ്ധജല പദ്ധതിയായി മാറ്റാൻ തീരുമാനമെടുത്തത്. ഇതനുസരിച്ച് അമ്പലവയലിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്നു. മാസങ്ങൾ മാത്രം പഴക്കമുള്ള കാരാപ്പുഴ ശുദ്ധജല പദ്ധതി പൈപ്പുകൾ തകർന്നു എന്ന് പറഞ്ഞും കുടിവെള്ളം വിതരണം മുടങ്ങുന്നത് പതിവായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 8 ദിവസമായി നിലച്ച കുടിവെള്ള വിതരണം ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇനിയും ഒരാഴ്ച കഴിഞ്ഞേ വെള്ളമെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ മറുപടി. എന്നാൽ അമ്പലവയൽ പഞ്ചായത്തിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത് ഒഴിവാക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറുമല്ല. കുടിവെള്ളം പൈപ്പ് പൊട്ടി പാഴാകുമ്പോൾ പ്രദേശവാസികൾ ടാങ്കറിൽ 2500 രൂപ നൽകി കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്നത് ഖേദകരമാണ്. 7 ദിവസമായി ഇന്നൊക്കെ വെള്ളം കിട്ടിയിട്ട് ഇവിടെ ഒരു കിണറ്റിലൊരു തുള്ളി വെള്ളം കുടിക്കാറില്ല, ഒരു ഭാഗത്തിലൊരു തുള്ളി വെള്ളം കുടിക്കാറില്ല. പശുവൊക്കെ ചാവാൻ കിടക്കുക, പശുക്കൾക്ക് വെള്ളം കൊടുക്കാതെ. നിങ്ങൾ വെള്ളമില്ലാന്ന് പറഞ്ഞിരുന്നോ വാട്ടർ അതോറിറ്റി? വാട്ടർ അതോറിറ്റിയോട് പറയുമ്പോ അവര് ഇപ്പൊ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുന്നു. ഒരാഴ്ച ഇന്നും ചോദിച്ചാൽ പറഞ്ഞു നാളെ വരുന്നു. ഒരു ദിവസം 500 രൂപ മുടക്കിയിട്ടാണ് വെള്ളം ഇവിടെ കൊണ്ടുവന്നത്. ഇതോട്ട് പോയി കഴിഞ്ഞാൽ ബത്തേരി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് ജനങ്ങളെല്ലാം കൂടി സംഘടിപ്പിച്ചൊരു മാർച്ച് നടത്തും. വയനാട് ന്യൂസ്, അമ്പലവയൽ. നവീകരണം പൂർത്തിയാക്കിയ ബത്തേരി കാരക്കണ്ടി പൂളവയൽ റോഡ് ഉദ്ഘാടനം MLA IC ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബത്തേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജി അധ്യക്ഷയായിരുന്നു. കൌൺസിലർമാരായ സാലി പൗലോസ്, രമേശൻ, റോഡ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ A ഭാസ്കരൻ, PC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്.
മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ രേഖകൾ പരിശോധിച്ച് ഓട്ടോറിക്ഷ പെർമിറ്റ് പുതുക്കി നൽകുന്നതിന് നടപടികൾ ആരംഭിച്ചു. മേപ്പാടി പോലീസ്, ഗ്രാമപഞ്ചായത്ത്, ട്രാൻസ്പോർട്ട് വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിശോധന. പെർമിറ്റ് ദുരുപയോഗം ചെയ്യുന്നതും വിൽക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദ് അറിയിച്ചു. സാധാരണക്കാരനായിട്ട് ഒരാൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ അയാൾക്ക് ടൗണിൽ ഇറങ്ങാൻ കഴിയത്തില്ല. അത് ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് 16, 17, 18, 3 ദിവസങ്ങളിലായിട്ട് ഒരു ക്യാമ്പ് വെച്ചുകൊണ്ട് നിലവിലെ വണ്ടി എത്രയാണ്, ആർക്കാണ് പെർമിറ്റ് ഉള്ളത്, ആർക്കാണ് പെർമിറ്റ് ഇല്ലാത്തത്, വണ്ടിയുടെ ബുക്കും പേപ്പറും കറക്റ്റാക്കിയതിന് ശേഷം RTO, പോലീസ്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ 3 പേര് ഇരുന്ന് ചെക്ക് ചെയ്തിട്ട് 1 മുതൽ ഒരു പെർമിറ്റ് കൊടുക്കുക 3 ദിവസമായിട്ട്. ഈ 3 ദിവസം ക്യാമ്പിൽ പങ്കെടുത്ത് പെർമിറ്റ് ഹാജരാക്കുന്ന ആളുകൾക്ക് മാത്രമേ 1-ാം തീയതി മുതൽ ഓടാൻ കഴിയുള്ളൂ. 30-ാം തീയതി വരെ ഇവിടെയുള്ള സാധാരണ ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. 30-ാം തീയതി ശേഷം പെർമിറ്റ് ഇല്ലാത്ത ഒരു വണ്ടിയും മേപ്പാടിയിൽ ഓടുന്നില്ല. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2017-18 വർഷത്തെ വികസന സെമിനാർ ബ്ലോക്ക് പ്രസിഡന്റ് പ്രീതരാമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KJ പൈലി അധ്യക്ഷനായിരുന്നു. NM ആന്റണി, KC മൈമൂന, തങ്കമ്മ യേശുദാസ്, ഗീത ബാബു എന്നിവർ സംസാരിച്ചു. മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് 13-ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ നെടുങ്കരണ CMS UP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ PK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാൻ സൈദലവി അധ്യക്ഷയായിരുന്നു. R യമുന, വിജയകുമാരി, P ഹരിഹരൻ, യഹിയ ഖാൻ തലക്കൽ, PC ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ പദ്ധതി രേഖ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം അതിലുണ്ടാക്കിയ ഒരു ആരോഗ്യ കലണ്ടറാണ്. ഒരു പദ്ധതി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പദ്ധതി രേഖ ഉണ്ടാക്കുമ്പോൾ അതിന് മാനദണ്ഡങ്ങൾ വെച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇന്നോവേറ്റീവായിട്ടൊരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ആ ഭരണസമിതിയുടെ നേതൃത്വത്തിന് ഭാവനയും ഇച്ഛാശക്തിയും വേണം. വാർത്തകൾ തുടരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വയനാട് ജില്ലയ്ക്ക് 85.35% വിജയം. 280 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും A+. 10 പേർക്ക് 1200-ൽ 1200. 8854 പേർ പരീക്ഷ എഴുതിയതിൽ 7557 പേർക്ക് ഉപരിപഠനത്തിന് യോഗ്യത. 117 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയതിൽ 116 പേരെയും വിജയിപ്പിച്ച നൂൽപ്പുഴ GHSS-ഉം 69-ൽ 68 പേരെയും വിജയിപ്പിച്ച നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ സ്കൂളും മുന്നിൽ. ഓപ്പൺ സ്കൂൾ സ്കീമിൽ പരീക്ഷ എഴുതിയതിൽ 604 പേർ ഉപരിപഠനത്തിന് അർഹരായി. മീനങ്ങാടി GHSS-ൽ 4 പേരും പിണങ്ങോട് WHSS-ൽ 4 പേരും പുൽപ്പള്ളി വിജയയിൽ ഒരാളും ബത്തേരി സെന്റ് മേരീസ് HSS-ൽ ഒരാളും 1200-ൽ 1200 മാർക്കും നേടി. ബത്തേരി സെന്റ് മേരീസിലെ ഷെർലിൻ മാത്യു, പുൽപ്പള്ളി വിജയയിലെ വിശ്വനാഥ് S കൃഷ്ണ, പിണങ്ങോട് WOHSS-ലെ അനൂപ അനീഷ്, M രാഹുൽ, J ദീക്ഷിത്, അഭയ് കൃഷ്ണ, മീനങ്ങാടി GHSS-ലെ ആശിഷ് ജോയ്, KV അന്നാമരിയ, അഞ്ജിത ഷിബു, അപർണ മോഹൻദാസ് എന്നിവർക്കാണ് മുഴുവൻ മാർക്കും ലഭിച്ചത്. കൊമേഴ്സ് വിഭാഗത്തിൽ പിണങ്ങോട് WOHSS-ലെ അനൂപ അനീഷ് 1200-ൽ 1200 നേടി. മാനന്തവാടി ദ്വാരക സേക്രഡ് ഹാർട്ട് സ്കൂൾ പരീക്ഷയ്ക്കയച്ച 224-ൽ 220 പേരും വിജയിച്ചു. പിണങ്ങോട് WOHSS-ൽ 298 പേരെ എഴുതിച്ച് 290 പേരെ വിജയിപ്പിച്ചു. പുൽപ്പള്ളി വിജയ HSS-ൽ 273 പേരെ എഴുതിച്ച് 265 പേരെ വിജയിപ്പിച്ചു. 391 കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയ വെള്ളമുണ്ട GHSS-ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കെത്തിച്ചത്. ഇതിൽ 306 പേരും വിജയിച്ചു. മാനന്തവാടി GVHSS-ൽ 22 കുട്ടികൾ ഫുൾ A+ നേടി. നല്ലൂർനാട് അംബേദ്കർ റെസിഡൻഷ്യൽ സ്കൂളിലെ മികച്ച വിജയം ഹയർ സെക്കൻഡറി വയനാടൻ വിജയത്തിലെ പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പനമരം പഞ്ചായത്തിൽ ഈ വർഷം 10,000 ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം കുണ്ടാലയിൽ സോഷ്യൽ ഫോറസ്ട്രി DFO സജ്ജന കരീം നിർവഹിച്ചു. ഐഡിയൽ ഗ്രാൻഡ് ലവേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ക്ലബ്ബുകൾ, കുടുംബശ്രീകൾ, സന്നദ്ധ സംഘടനകൾ, സ്കൂളുകൾ തുടങ്ങിയ വഴിയും തൈകൾ ജൂൺ 5-ന് മുമ്പായി വിതരണം ചെയ്യും. ചെമ്പകം, കാട്ടുവേപ്പ്, മഹാഗണി, പ്ലാവ് വൃക്ഷങ്ങളുടെ തൈകളാണ് നൽകുക. ഉദ്ഘാടന ചടങ്ങിൽ പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് അധ്യക്ഷയായിരുന്നു. നൌഷാദ്, M മണിയപ്പൻ, മുജീബ്, ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷിക്കാൻ നമുക്ക് ഒരുപാട് പദ്ധതികളുമുണ്ട്. എന്നാൽ സ്നേഹത്തിലധിഷ്ഠിതമായ ഒരു സമീപനമാണ് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതുള്ളത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും വ്യക്തമായ ധാരണയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഐഡിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന വൃക്ഷത്തൈ നടി വയനാടിനെ പച്ചപിടിപ്പിക്കാനുള്ള ഈ ഒരു ഉദ്യമത്തിന് വയനാട് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെയും അതോടൊപ്പം കേരള വനം വന്യജീവി വകുപ്പിന്റെയും എല്ലാവിധ ആശംസകളും നേർന്നു. ചീരാലിലെ അയ്യപ്പൻകുട്ടിക്കും കുടുംബത്തിനും പ്രദേശവാസികളുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകിയതായി JCS ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചീരാൽ സ്വദേശി CP സുരേഷ് കുമാർ സംഭാവന ചെയ്ത സ്ഥലത്താണ് വീട് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽ ദാനം നാളെ വൈകിട്ട് 4 മണിക്ക് ചീരാൽ കുടുക്കിയിൽ
JC സോൺ പ്രസിഡന്റ് JFP ദിലീപ് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 40 വർഷമായും സുൽത്താൻ ബത്തേരി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന JCs എന്ന പ്രസ്ഥാനം അതിൻ്റെ പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ചീരാൻ എന്ന സ്ഥലത്ത് CP സുരേഷ് കുമാർ സംഭാവന നൽകിയ സ്ഥലത്ത് അവിടുത്തെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തന്നെ അയ്യപ്പൻ കുട്ടി എന്നൊരാൾക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകുകയാണ്. അതിൻ്റെ താക്കോൽ ദാനകർമ്മവും ഒപ്പം ഗൃഹപ്രവേശനവും 17-ാം തീയതി 4 മണിക്ക് JCസിൻ്റെ സോൺ പ്രസിഡന്റ് JCS സെനറ്റർ ദിലീപ് ജോസഫ് നിർവഹിക്കുന്നു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് മാനന്തവാടി യൂണിറ്റിൽ സ്റ്റുഡന്റ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VR പ്രവീജ് ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് റീജിയണൽ മാനേജർ PK അനിൽകുമാർ, B സുനീർ, CK ബിന്ദു എന്നിവർ സംസാരിച്ചു. സ്കൂൾ പഠനത്തിനാവശ്യമായ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, പേന, പെൻസിൽ തുടങ്ങിയവയെല്ലാം 10 മുതൽ 35% വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭിക്കും. സ്റ്റുഡൻസ് മാർക്കറ്റ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ബുക്സ് മാത്രം കൊടുത്തിരുന്ന സമയങ്ങളിൽ ഇന്നിപ്പോൾ ബാഗും കുടയും മറ്റ് കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളോടും കൂടി വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. കുണ്ടാല മോഡേൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഐഡിയൽ വുഡ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടി ഏകദിന 5 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഐഡിയൽ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുത്തു. കുണ്ടാല വികസന സമിതി ചെയർമാൻ എടവലൻ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കളിക്കാരെ M നൌഷാദ്, MP മമ്മൂട്ടി എന്നിവർ ചേർന്ന് പരിചയപ്പെട്ടു. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽപാത അട്ടിമറിച്ചതിൽ പ്രതിഷേധം. വ്യാഴാഴ്ച വയനാട് ഹർത്താൽ ആഹ്വാനം ചെയ്തത് UDFും ദേശീയ ജനാധിപത്യ സഖ്യവും. വയനാട് റെയിൽവേ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമെന്ന് PK കൃഷ്ണദാസ്. UDF NDA ഹർത്താൽ രാഷ്ട്രീയ മുതലെടുപ്പെന്ന് CPIM. വയനാട് മെഡിക്കൽ കോളേജ് കരാർ ഉദ്യോഗസ്ഥ ലോബിയുടെ കരിങ്കൽ മണ്ണ് വിൽപ്പന അന്വേഷിക്കാൻ മന്ത്രി KK ശൈലജയ്ക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വയനാട് ന്യൂസ് റിപ്പോർട്ട് പിണറായിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് MI ഷാനവാസ് MP. വയനാട് ന്യൂസ് ബിഗ് ഇംപാക്ട്. ബത്തേരി താലൂക്കിൽ യാത്രക്കാരെ വലച്ച് സ്വകാര്യ ബസ് സമരം. KSRTC അധിക സർവീസ് പേരിന് മാത്രം. വാനാക്രൈ വൈറസ് കമ്പ്യൂട്ടർ ഡാറ്റ തകർക്കും, മൊബൈൽ ഫോണിനും ഭീഷണി. ജാഗ്രത വേണമെന്ന് പോലീസ് സൈബർ ഡോം. ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണം മാനന്തവാടിയിൽ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വയനാടിന് 85.35%. 10 പേർക്ക് 1200-ൽ 1200. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.